ഇന്ന് ഈ സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ്. അവിടുത്തെ സ്നേഹം ഒന്ന് തന്നെയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണയാൽ എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആരെങ്കിലും ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിച്ചെന്ന് വരാം, എന്നാൽ നാം പാപികളായിരിക്കെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ചെറിയവനെന്നോ വലിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഉന്നത സ്ഥാനീയനെന്നോ ഒന്നും ദൈവത്തിന് പക്ഷാഭേദമില്ല. ഒരേ കണ്ണുകൾ കൊണ്ട് ഒരേപോലെ നോക്കിക്കാണുന്ന ദൈവം, എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ ദൈവം കരുണാമയൻ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു: രാത്രിയിൽ ഈശോ ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, നിശബ്ദനായിരിക്കാതെ ധൈര്യപൂർവം വചനം പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ആരും നിന്നെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയില്ല. ദൈവത്തിന്റെ പ്രത്യേക കരുതലല്ലേ അത്? നമ്മ ഓർത്തു നോക്കണം. ഒരു കൊച്ചുകുട്ടിയെ മാതാപിതാക്കന്മാർ അവന്റെ അല്ലെങ്കിൽ അവളുടെ കരം പിടിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയോടെ ദൈവം നമ്മുടെ കരങ്ങൾക്കുള്ളിൽ പിടിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് മനുഷ്യരുടെ പാപപ്രവൃത്തിക്ക് വേണ്ടി അയച്ചത്. വചനം വീണ്ടും പറയുന്നു: നിങ്ങളെല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എവിടെ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കപ്പെടുന്നവോ അല്ല, അതെല്ലാം അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപ വർഷിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ വചനഭാഗം ഇതാണ്: 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരി മലയിൽ അടിയേറ്റ് മുറിവേറ്റ് മുഖത്ത് കാറി തുപ്പലേറ്റ് ഈശോ ഒരു മരക്കുരിശിൽ പിടഞ്ഞു മരിക്കാൻ പോകുന്നു. ഈശോ പറഞ്ഞു, എലോയ് എലോയ് ലാമ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവിടെ കൂടി നിന്ന ഒരു പടയാളി ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയിൽ വിനാഗിരി മുക്കി ഒരു ഞാങ്ങണമേൽ വച്ച് യേശുവിന്റെ അധരത്തോടടുപ്പിച്ചു. അവിടെ കൂടി നിന്നിരുന്ന ഉന്നത അധികാരികള്, പ്രധാന പുരോഹിതന്മാര് എല്ലാവരും പറഞ്ഞു, അവൻ ഏതിയായി വിളിക്കുന്നു, വരട്ടെ, കൊടുക്കാൻ വരട്ടെ. പാപികളായ നമുക്ക് വേണ്ടി കഠോരമായ പീഡകൾ സഹിച്ചുകൊണ്ട് ഒരു മരക്കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. എന്റെ പാപത്തിന് പരിഹാരമായി സ്വജീവൻ അർപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിച്ച യേശുക്രിസ്തു, അഗതികളുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന മദർ തെരേസ കൽക്കട്ട തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ തെരുവിൽ ഒരു മനുഷ്യൻ അസ്ഥിപഞ്ജരമായി വിശന്ന് വലഞ്ഞ് ശരീരത്തിൽ വലിയ മുറിവുകളുമായി, അതായത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുവാൻ പോലും ആരും ഇഷ്ടപ്പെടില്ല. കാരണം ശരീരത്തിലെ മുറിവ് കാരണം ചീഞ്ഞളിഞ്ഞ് വളരെ ദുർഗന്ധം പിടിച്ച അവസ്ഥയിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. അപ്പോൾ പലരും ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വന്നു. ദുർഗന്ധം കാരണം അവർ തിരിച്ചുപോയി. പക്ഷേ പാവങ്ങളുടെ അമ്മ, അഗതികളുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ മദർ തെരേസ അവന്റെ അടുക്കിലേക്ക് ചെന്നു. വാരിയെടുത്തുകൊണ്ട്
അടുത്തുള്ള അന്തേവാസികളെ പാർപ്പിക്കുന്ന ഇടത്തിലേക്ക് പോയി. അവിടെ വിശുദ്ധ മദർ തെരേസ ആ മകനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ച് ആഹാരമെല്ലാം കൊടുത്ത് മുറിവുകളൊക്കെ വച്ചുകെട്ടി ഒരു ഡോക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ട് ചുംബനം നൽകിക്കൊണ്ട് കുറെ നാളിങ്ങനെ ചികിത്സിച്ചു, സംരക്ഷിച്ചു, പരിപാലിച്ചു. അപ്പോൾ ഒരു ദിവസം ആ മനുഷ്യൻ മദർ തെരേസയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഒരു എളിമയുടെ, ഒരു വിനയത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ, ഔദാര്യത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു നോട്ടമായിരുന്നു, ചിരിയായിരുന്നു. വിശുദ്ധ മദർ തെരേസയെ നോക്കി പറഞ്ഞു, ഞാനൊരു മൃഗത്തെ പോലെ തെരുവിൽ ഇങ്ങനെ കിടന്നു, ഒരു മനുഷ്യൻ പോലും എന്നെ നോക്കിയില്ല. കാരണം ഞാൻ തന്നെ അറപ്പുളവാക്കുന്ന രീതിയിൽ രോഗബാധിതനായി കിടക്കുകയാണ്. എന്നാൽ വിശുദ്ധ മദർ തെരേസ എന്നെ കുളിപ്പിച്ച് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് ഒരു മാലാഖയെപ്പോലെ എന്നെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു, എന്റെ കൈപിടിച്ച് എന്നെ ഉയർത്തി. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ചുരുക്കുകയാണ്. അവസാനം ഈ മനുഷ്യൻ മദർ തെരേസയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ത്യശ്വാസം വലിച്ചു. പിന്നീടൊരിക്കൽ നോബൽ സമ്മാനത്തിനായിട്ട് വിശുദ്ധ മദർ തെരേസയെ ലോകം തിരഞ്ഞെടുത്തു. അങ്ങനെ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുന്ന ആ സാഹചര്യത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ മദർ തെരേസ പറഞ്ഞത് ഇതാണ്: ഈ നോബൽ സമ്മാനം തന്ന നിങ്ങൾക്കും ലോകത്തിനും എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് വിശുദ്ധ മദർ തെരേസയോട് ആ മകൻ മരണസമയത്ത് പറഞ്ഞ വാക്കുകൾ. ഞാൻ തെരുവിൽ ഒരു മൃഗത്തെ പോലെ അലഞ്ഞു നടന്നു, അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് പരിചരിച്ച് ഒരു മാലാഖയെ പോലെ അമ്മ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ ഈ കാര്യത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞു നിർത്തി. ഞാനിതിവിടെ പറഞ്ഞത്, ദൈവം നമ്മളെ ഓരോ ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവശരായിരിക്കാം, രോഗിയായിരിക്കാം, സഹനങ്ങളിലൂടെ പോയവരായിരിക്കാം, കടുത്ത നിരാശയിലൂടെ കഴിയുന്നവരായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെയെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്കാകുന്നെങ്കിൽ, ആ കണ്ണുനീരൊന്ന് ഒപ്പാൻ സാധിച്ചെങ്കിൽ, ഒരു കരുണ കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അഴുകിപ്പോകും. അഴുകാത്തതൊന്നുണ്ട്, നമ്മുടെ ആത്മാവ്. ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. യേശുവിന്റെ കരം പിടിച്ച് ഇന്നേ ദിവസം നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.